എനിക്ക് പോലും സംശയമായിരുന്നു നമ്മള് കല്യാണം കഴിക്കുമെന്നുള്ള ഒരു ഇതാണ്. കാരണം ഇവന് ഭയങ്കര സിമ്പിളാ. കേട്ടോ കേട്ടോ. അവിടെ ചെന്നപ്പോ നമ്മുടെ കണ്ണൂർ ഭാഷയായിട്ട് ഇല എടുത്ത് ചാടിക്കോ, ഇല എടുത്തിട്ട് 2 ചാട്ടം ചാടാം. ഇല എടുത്ത് ചാടിക്കോ എന്ന് പറഞ്ഞാൽ എടുത്ത് കളാന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ ആ കടലമിഠായിക്ക് എന്താ പറയുക നിങ്ങള്? എന്താണ്? അഭ്യർത്ഥിക്കട്ട. അഭ്യർത്ഥിക്കട്ട വേണം നിനക്ക്. ഏത് കട്ട ഇരിക്കും? Seashells by the seashore. ഏകദേശം ശരിയാക്കിയില്ലേ? മലയാളം പഠിക്കണോടാ, മലയാളം. എന്റെ ദൈവമേ, ഒരു റോഡ് ഞാൻ നോക്കട്ടെ. ഒരു റോളർ ഉരുട്ടി റോഡിലിട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ? ഇല്ല ഇല്ല, ഇതിപ്പോ എനിക്ക് ടാസ്ക് അല്ല. അയ്യോ, ഇതിപ്പോ എനിക്ക് ടാസ്ക് അല്ല. എന്നെ രക്ഷിക്കണ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോയിൽ മലയാളികൾ ഏറ്റെടുത്ത നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കിട്ടില്ല കപ്പിൾസ് അവിടെ എത്തിയേക്കുന്നത് നമ്മുടെ യൂട്യൂബറും ഡാൻസറുമായ നമ്മുടെ വൃന്ദ അർജുൻ, അതുപോലെ തന്നെ വൃന്ദയുടെ സ്വന്തം രാമുട്ടൻ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? അടിപൊളിയാണ്. എല്ലാം നമുക്ക് കാണാലോ. നിങ്ങളുടെ ലൈഫിനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ യൂട്യൂബിൽ എല്ലാം കാണാം. എന്താണ് പുതിയ 2025 വന്നിട്ട് എടുത്തേക്കുന്ന പുതിയ പ്ലാനുകളൊക്കെ എന്താണ്? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2024 എന്റെ ആയപ്പോഴാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തത്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഞങ്ങൾക്ക് 2025 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം 24 നമ്മൾ സ്റ്റുഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അത് നന്നായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ വീടെടുത്തു. ഒറ്റയ്ക്ക് താമസിക്കണം, അഡൾട്ടിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കപ്പിളായിട്ട് താമസിക്കാം എന്നുള്ളൊരു തീരുമാനത്തില് വീടൊക്കെ എടുത്തിട്ട് ഇപ്പൊ വീട്ടുപടി ബ്രോ, ഒറ്റയ്ക്ക് വീടെടുത്ത് മാറിയപ്പോ എന്താണ് തോന്നുന്നത്? അത് നല്ലതാണെന്ന് തോന്നിയ അല്ലെങ്കിൽ മറ്റേതായിരുന്നു? ഇല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഒരു ബാച്ചിലർ ലൈഫാണ് കുറെ ഉണ്ടായിരുന്നത്. ഡിഗ്രി മുതൽ ശേഷവും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പൊ എനിക്ക് ഇങ്ങനെ പേര് മാത്രമായിട്ട് ഇരിക്കണം എന്ന്. ഞാൻ കല്യാണം പോലും വേണ്ട, ലിവിങ് ടുഗദർ മതി എന്ന് പറഞ്ഞതാ. അതാണ് എങ്ങനെ വന്നിട്ട് ഈ ഒരു കൂവല കേട്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത്? ഒരാളുടെ ലൈഫ് മാറ്റിയ കൂവലാണത്. ഒരു DJ ഞങ്ങളുടെ കോളേജിൽ വെച്ചൊരു DJ പ്രോഗ്രാമില് പാട്ട് ബോറായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കൂവി അങ്ങനെ കണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കൂവലിലെ കണക്ട് ആയി. അല്ല, ശരിക്കും അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്റെ ലൈഫിൽ ഒരു പെണ്ണില്ല, അതൊരു തീരുമാനം എടുക്കാൻ കാരണം അങ്ങനെയല്ല. ലൈക്ക് ഞാൻ സ്കൂൾ മുതലേ നമ്മൾ ഈ അംശങ്ങളുടെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഞാൻ കുറച്ച് ഫ്രണ്ട്ഷിപ്പിന് കുറച്ചും കൂടി ഭയങ്കര ഇത് കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഗ്യാങ് അധികം നന്നായി പോവും. ആരെങ്കിലും ഒരു ലൈൻ സെറ്റ് ആവും, ദേ പോയി. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇവൻ വിചാരിച്ചു പെണ്ണാണ് ഇതിന്റെ റീസൺ. എല്ലാ പെമ്പിള്ളേരും അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ, അന്നത്തെ തീരുമാനം അല്ല, ആക്ച്വലി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബ്രോ എന്റെ തീരുമാനങ്ങളൊക്കെ ഒരു തെറ്റായിരുന്നു തോന്നിയായിരുന്നു അന്നത്തെ തീരുമാനം? കല്യാണം കഴിഞ്ഞ ഇല്ല, തോന്നിയിട്ടില്ല. തെറ്റായിരുന്നു വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ അത്ര ആളല്ല. ഇഷ്ടം പോലും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരിപ്പോഴും പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ ഒരു ഊഹാപോഹമാണ്. ഓക്കെ, ഇഷ്ടമായിരുന്നു. ഓക്കെ, കല്യാണം കഴിഞ്ഞോ, ഭാഗ്യം, കെട്ടി. കല്യാണം കഴിഞ്ഞപ്പോഴാണ് താലി കെട്ടിയപ്പോഴാണ് ഇവർക്ക് വിശ്വാസമായത്. കല്യാണം ഏകദേശം 9 മണിക്കായിട്ടായിരുന്നു മുഹൂർത്തം. എവിടുന്ന്? ഞങ്ങള് കണ്ണൂരിൽ നിന്ന് എത്തിയിട്ട് ഫാമിലി എല്ലാം ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തി. ഞങ്ങളും ഫ്രണ്ട്സും വേറൊരു വാനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എത്തുന്ന ഏകദേശം 8:45 കഴിഞ്ഞിട്ട് എത്തുന്നത് അവിടേക്ക്. അപ്പോഴും സംശയം കല്യാണല്ലേ. പക്ഷെ ഭാഗ്യത്തിന് വന്നു. അപ്പൊ എനിക്ക് ഓക്കെടാ, അപ്പൊ കെട്ടാൻ തന്നെയുള്ള ഉദ്ദേശമായിരുന്നു. ഇത് വീട്ടില് ആദ്യം തുറന്നു പറഞ്ഞ ആരാ? വീട്ടില് ഞാനാ ഫസ്റ്റ് പറഞ്ഞത്. വീട്ടിൽ ആക്ച്വലി എനിക്ക്
എനിക്ക് പോലും സംശയമായിരുന്നു നമ്മള് കല്യാണം കഴിക്കുമെന്നുള്ള ഒരു ഇതാണ്. കാരണം ഇവന് ഭയങ്കര സിമ്പിളാ. കേട്ടണോ കേട്ടാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ഇവന്. അപ്പൊ ഞാൻ ഓക്കെ എന്നാ ഞാൻ വീട്ടിൽ പറയണോ പറഞ്ഞോ. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ കോളേജിൽ പഠിക്കുന്ന അമ്മയ്ക്ക് ഏകദേശം എന്റെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, അതുകൊണ്ട് വീട്ടിൽ ഓൾറെഡി ഇവരെ പറ്റി അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മ എന്നാ ശരി ഞാൻ അച്ഛനോട് പറയാം. എന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അവനോട് വന്ന് സംസാരിക്കാൻ പറ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, രാമു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വരികയാണ്. എന്താ പറയാ നാളെ തന്നെ എല്ലാം ഭയങ്കര ഈസിയാണ്. അങ്ങനെ ഞാൻ നിനക്കൊരു പേടിയില്ലേ എന്തിനു പേടിക്കണേ? എന്നാലും നിനക്കൊരു ചമ്മല് പോലുമില്ലേ? വണ്ണ് പെണ്ണാല് ഇവരെന്തോ 10 പെണ്ണുങ്ങളെ പോയിട്ട് വീട്ടിൽ പോയി കണ്ടിട്ടുള്ള പോലെയാണ് ഇവന്റെ ഒരു ഇത്. അതിനെന്താ വരാലോ. അച്ഛൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് സംസാരിച്ചു. 5 മിനിറ്റ് അമ്മ പറയടാ. അച്ഛൻ ഭയങ്കര കമ്പനി ആയിട്ട്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ സെറ്റ്, അച്ഛന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ വീട്ടില് അത് ഓക്കെ. എന്റെ വീട്ടിൽ ഫസ്റ്റ് പറഞ്ഞു, പിന്നെ രാമുണ്ടെ വീട്ടിൽ പറഞ്ഞു, പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ വരുവോ അല്ല ഞങ്ങള് പോകണോ കളിച്ചോ ഞാൻ വരാം മാറിപ്പോണ്ടാച്ച് ഈ ചിലര് പറഞ്ഞേക്ക കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും വലിയ സംഭവം ഒരു കാര്യം ഒരു 10 വട്ടം ഇങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ചെയ്യാന്ന്. ഇത് കേട്ടിട്ട് വളരെ സിമ്പിൾ അങ്ങനെയായിരുന്നു. കണ്ണടച്ചുറക്കണതിന് മുമ്പ് കല്യാണം കഴിയുന്നില്ലേ? എന്തായാലും അടിപൊളി. അച്ഛനും മറ്റേ അല്ല എന്താ പറയാ ബ്രോയും അച്ഛനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അച്ഛന്റെ പ്രിയപ്പെട്ട മോനാണ്. എന്നേക്കാൾ കൂടുതൽ അച്ഛൻ ഇപ്പൊ ഒരു കണക്ഷനാണ് രാമുണ്ടെ അടുത്ത്. അതെ, രണ്ടുപേർക്കും അച്ഛന് കുറെ ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ മോനെ നമുക്ക് പോണ്ടടാ അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഇവര് തമ്മിൽ. അച്ഛൻ പറഞ്ഞു ഇതിനു വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, ഇപ്പഴാണ് എനിക്ക് കിട്ടിയെന്നുള്ളത്. നമ്മുടെ കല്യാണം കഴിയുന്ന ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് പോവല്ലേ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ആണുങ്ങളായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കാൻ ഒരാളില്ല. അവിടെ നാട്ടിലാണെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ? ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? എനിക്ക് ഓർമ്മയൊന്നുമില്ല. എന്നാലും ഇല്ല, അച്ഛനും അമ്മ നല്ല കമ്പനിയിലായിരുന്നു. നല്ല കുഴപ്പമുണ്ടായിരുന്നു. അറിയാം അമ്മയായിട്ടൊക്കെ സംസാരിച്ചാലുണ്ട്. അതിന് അമ്മേനെ അമ്മ എപ്പോഴും അടിയാണ്, വേറൊന്നും അല്ല. അമ്മ ഭയങ്കര ഈശ്വര ഭക്തിയാണ്, ഭയങ്കര കൃഷ്ണ ഭക്തിയാണ്. രാമുട്ടൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഇങ്ങനെ രണ്ടുപേരും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടിയാണ്. രാമുട്ടൻ ഓരോ ക്വസ്റ്റ്യൻ ദൈവം ഇവിടെ ദൈവം ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അമ്മ എടാ നീ ഇങ്ങനെ പറഞ്ഞ് എന്റെ കുട്ടിയെ പോലും ഇതാക്കല്ലേ, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും അങ്ങനെ കമ്പനിയാണ്. എന്റെ അച്ഛനായിട്ടും ആ ഒരു കണക്ഷൻ ഉണ്ട്. എന്തായാലും അടിപൊളി കിട്ടിലും ഫാമിലി. എന്തായാലും ഞങ്ങൾ ക്യാമറ ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. വീട്ടിലെല്ലാരും കൂടി ഒരു ദിവസം പിടിച്ചിരുന്നു കുറച്ച് എപ്പിസോഡുകൾ നമുക്ക് കിട്ടും. വീട്ടില് എല്ലാരും കൂടി കൂടുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾ എല്ലാവരും എപ്പോഴും ടേബിളിൽ അല്ലാതെ നിങ്ങൾ ഇരിക്കാറുണ്ടോ? നമ്മൾ ഇരിക്കാറുണ്ട്. വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും വീട്ടിൽ പോയി ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയും പറയാൻ വേണ്ടി രാവിലെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് രാവിലെ ഓഫീസിൽ പോയി കാര്യങ്ങൾ ചെയ്ത് ഉച്ചക്ക് വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞ് തിരിച്ചിട്ട് മാത്രമേ വീട്ടിലേക്ക് നമ്മൾ പോവാറുള്ളൂ. നമ്മുടെ പാറ്റേൺ തന്നെ. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോയിലുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ പ്ലാൻസും അങ്ങനെ ഓരോന്നൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും എടുക്കുന്നത്. കൂട്ടായ തീരുമാനങ്ങളാണ്. ഈ അവിടെ ചെന്നപ്പോ നമ്മുടെ കണ്ണൂർ ഭാഷയായിട്ട് അതെങ്ങനെയാണ് കണക്ട് ആയത്? ഇല എടുത്ത് ചാടിക്കോ, ഇല എടുത്തിട്ട് 2 ചാട്ടം ചാടാം. ഇല എടുത്ത് ചാടിക്കോ എന്ന് പറഞ്ഞ എടുത്ത് കളാന്നുള്ളൊരു മീനിങ് ആണ്. ഇല ചാടിക്കോ, ഇല എടുത്ത് ചാടിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് ഇനി ഇല എടുത്തിട്ട് 2 ചാട്ടം ചാടണമെന്നാണ് ഉദ്ദേശിച്ചത്. ചാടാൻ പോയപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ചായാലും ഇവനായിട്ടുള്ള സംസാരം, അതുകൊണ്ട് എനിക്ക് അറിയാം എന്താ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അവിടെ ചെന്നപ്പോണ്ടായ ഭാഷ കൊണ്ടുണ്ടായ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാ? അതെ, പിന്നെ ഇവരുടെ ഒരു സ്ലാങ്ങിന്റെ ഒരു ടോൺ ഉണ്ടല്ലോ, കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നത്. എന്താ ഇല്ല എന്താണ് എന്ത് എന്താണോ ഞങ്ങളൊരു പ്രാവശ്യം മറൈൻ ഡ്രൈവില് എവിടെ പോയ സമയത്ത് ഞാൻ വന്ന ദുബായിന്ന് വന്നിട്ട് മാരേജിന് മുമ്പാന്ന് തോന്നുന്നത്. വന്ന സമയത്ത് തന്നെ ഇവിടെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തു, വേറൊരാൾ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചു. ഞാൻ പറഞ്ഞ ഏട്ടാ മാറ്റി വെക്ക്, എന്താടോ മാറ്റി വെച്ചാ പോരെന്ന് പറഞ്ഞു.
എനിക്ക് ഡോവിലി അപ്പൊ വിചാരിച്ചു ഇവനോട് ദേഷ്യപ്പെട്ടതാണ് അടിയുണ്ടാക്കി ഞാൻ അങ്ങനെയൊന്നും അല്ല. ഇവിടെ നോർമൽ ആയിട്ട് അറിയില്ലാത്തവരെ വിളിക്കുന്ന ഒരു ഇതാണ് അങ്ങോട്ടേക്കൊക്കെ ഡോന്ന് വിളിച്ചാൽ ഭയങ്കര. അതുപോലെ നിങ്ങള് ഇവിടെ നിങ്ങള് നമ്മള് ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ വിളിക്കാൻ ഒരു റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ ചോദിക്കാം. പക്ഷെ നമ്മൾ കുറച്ച് റെസ്പെക്ട് ചെയ്തവരെ നമ്മൾ നിങ്ങളെന്ന് വിളിക്കത്തില്ല. അച്ഛനും അമ്മേനെ ഒന്നും നമ്മൾ നിങ്ങളെന്നൊന്നും വിളിക്കത്തില്ല. അപ്പൊ പക്ഷെ അവിടെ നിങ്ങളെന്ന് വിളിക്കുന്നതാണ് റെസ്പെക്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ വേഗം തന്നെ എന്റെ വീട്ടിൽ പറഞ്ഞു വെച്ച്, അമ്മ അച്ഛൻ നിങ്ങളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പേടിക്കണ്ടാട്ടോ, കാരണം അത് റെസ്പെക്റ്റോടെ വിളിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ലാങ്ങിന്റെ കാര്യത്തിൽ കൂടുതലും ഞങ്ങളുടെ പരിചയ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും കൂടി സംസാരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ പക്ഷെ ചില സാധനങ്ങൾ എനിക്ക് ബത്തക്കൊന്നും എനിക്ക് അറിയാം. പിന്നെ ആ കടല മിഠായിക്ക് എന്താ പറയുന്നത് നിങ്ങള്? എന്താണ് അഭ്യർത്ഥിക്കട്ട? അഭ്യർത്ഥിക്കട്ട കപ്പലണ്ടി മിഠായി. അഭ്യർത്ഥിക്കട്ട വേണം നിനക്ക്? ഏത് കട്ടായിരിക്കും? ആ അതാണ്. രാമുന് കോളേജ് പഠിക്കണെന്നറിയോ? പറങ്കി രാമു. മുളക് പൊടിനെ പറങ്കിന്നാ പറയണത്. എവിടെയെങ്കിലും പറഞ്ഞു ബാസ. അതങ്ങനെ പറങ്കിപ്പൊടി അത് അങ്ങനെയാണോ അവിടെ പറയുന്നത് പൊതുവേ? പറങ്കിപ്പൊടി എന്നാണ് പയ്യന്നൂർ സൈഡ് പറയുന്നത്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് കണ്ണൂരാരും ഒന്ന് ഏറെ കേട്ടും. നിനക്ക് എന്റെ ഭാഷയോട് പുച്ഛല്ലേ? പുച്ഛല്ലട്ടാ, ചുമ്മാ ഇത് വെറുതെ അതല്ല ബ്രോ, കൊച്ചിയിലെ ഭാഷ കേട്ടിട്ട് എന്താ ഞെട്ടിയത്? ഒന്ന് ഈ ഡോയിലി പിന്നെ അതേ പറഞ്ഞ പോലെ തന്നെ ഈ ടോൺ ചേഞ്ചസുകൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ചിലപ്പോ നമ്മള് വളരെ സംസാരം എല്ലാം പറയാൻ നോക്കുമ്പോഴും ഇവര് ചിലപ്പം ഹൈപ്പിച്ച് കയറി പോകുന്ന പോലെ ആക്കില്ലേ ഇങ്ങനെ കേറി ഇവൻ എന്തിനോടെ ഇങ്ങനെയെല്ലാം വർത്താനം പറയുന്നത്. ഞാൻ പറഞ്ഞു രാമു ആരും റേസായി സംസാരിക്കുന്നതല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത് പലപ്പോഴും രക്ഷപ്പെടാൻ ഉപയോഗിക്കണ്ടെന്ന് ഇത് ടോണാണല്ലേ. അല്ല എന്തൊക്കെ ഭാഷ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞു കൊടുക്കും ബ്രോ. നമ്മുടെ കണ്ണൂരത്തെ ഫുഡിന്റെ കാര്യങ്ങള് അത് ശരിയാട്ടോ, കലക്കം ഫുഡാണ്, സൂപ്പർ ഫുഡാണ്. ആൾക്കാർ സ്നേഹം വന്നാൽ ആ സംഭവമില്ലേ, നല്ല സ്നേഹമാണ് എല്ലാവർക്കും. പിന്നെ ഇങ്ങനെ സൽക്കരിക്കാൻ സൽക്കാരപ്രിയരാണ്. എന്തൊക്കെ സാധനങ്ങളോ ഡൈനിങ് ടേബിൾ കാണാത്ത കുറേ ഫുഡുകൾ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്നൊരു വീട്ടില് കഴിച്ച് ഫുഡ് കഴിച്ച് അതെ സൂപ്പർ ഫുഡിന്റെ കാര്യം ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെക്കൻഡിൽ നമുക്കൊരു ടാസ്കിലേക്ക് പോയാലോ? ഓക്കെ, അടി കൊള്ളുന്ന ടാസ്ക് വേണോ നോർമൽ ടാസ്ക് വേണോ? അടി കൊടുക്കുന്ന ടാസ്ക്. ഓക്കെ, ചേട്ടനുണ്ടാ? ഞാൻ റെഫറിയാണ്, ഞാൻ കാണുള്ളൂ. 2 ചൂരിലെടുത്ത് കൊടുത്തേക്ക് 3 പ്രാവശ്യം വെച്ച് തെറ്റാതെ പറയണം. രണ്ടുപേർക്കും പിക്ക് ചെയ്യാം, ഓരോ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയണോ? ഇല്ല എടുത്തു കൊടുത്താ മതി. She sells seashells by the seashore. ഇത് 5 പ്രാവശ്യം പറയണോ? 3 പ്രാവശ്യം പറയണം. നോക്കി പറയണ്ട, ഒറ്റ പ്രാവശ്യം നോക്കിയിട്ട് നോക്കാതെ പറഞ്ഞത്. റെഡി? 1 ബ്രോ ചൂരിൽ പിടിച്ച് റെഡി ആയിട്ട് തന്നു. She sells seashells by the seashore. She sells seashells by the seashore. She sells seashells by the seashore. ഏകദേശം ശരിയാക്കിയില്ലേ? ബ്രോ പറ. ഇത് 4 ഞാൻ എടുത്തു കൊടുക്കണോ? ഇതും കൂടി നീ നോക്കട്ടെ എങ്ങനെയുണ്ട്. പിന്നടാ ഓക്കെ, വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതേ പുറകിരിക്കണത്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരാള് പറയും ഒരു റോഡ്. അല്ല ഞാൻ നോക്കട്ടെ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു റോളർ ഉരുട്ടി റോഡിൽ ഇട്ടാൽ റോളർ ഉരുളുമോ റോഡ് ഉരുളുമോ? ഇല്ല ഇതിപ്പോ എനിക്ക് ടാസ്ക് അല്ല. അയ്യോ, ഇതിപ്പോ എനിക്ക് ടാസ്ക് അല്ല. എന്നെ രക്ഷിക്കടാ. ഓക്കെ, സിമ്പിൾ ആണ്. ഒരു റോളർ ഉരുട്ടി റോഡിലിട്ടാൽ റോഡ് ഉരുളുമോ റോഡർ ഉരുമോ? ഒരു റോളർ ഉരുട്ടി റോഡിലിട്ടാൽ റോഡർ ഉരുമോ റോഡ് ഉരുളുമോ? ഒരു റോളർ ഉരുട്ടി റോഡിലിട്ടാൽ റോഡർ ഉരുമോ റോഡ് ഉരുളുമോ? ചെറിയൊരു അടിയാണ്. ഓക്കെ, അത് കൊടുക്ക്.
ഇത് പൊളിക്കും. പൊളിക്കും ഞാൻ. ഇനിയും അയ്യോ ഇതെന്തെങ്കിലൊക്കെ ആയി പോകുന്നു. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. ഇത് കിട്ടിയത്. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി കട്ടാൻ മതി മതി കഴിഞ്ഞു. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ വലുതാണ്. ഇത് ഫുള്ള് ഉരുളല് മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എന്താണ് ഒരു പരലുരുള്ള പയറുരുട്ടി ഉരുളയിൽ പറയാൻ പോലും അറിയില്ല. ഒരു പരലുരാൻ മലയാളം പഠിക്കണോടാ. എന്റെ ദൈവമേ, ലാസ്റ്റത്തെ ഇന്ന് തീർന്ന് അടി കൊണ്ട് ചാവും. ഞാൻ ഭാര്യ തരാൻ പാടില്ല. പറഞ്ഞു നോക്കട്ടെ. നേരത്തെ മേടിച്ചത് നിനക്ക് പറഞ്ഞു നോക്കട്ടെ രാമു. അവസരം എന്താ? ചരലുരുളും പുഴയിൽ ഇതാരും ഞാൻ പണ്ടൊരു ടങ് ട്വിസ്റ്ററിലും പെട്ടതാണെന്ന്. ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ചരലുരുളില്ല, ചരലുരുളും പുഴയിൽ മണലുരുളില്ല. എന്താന്നറിയോ, ഞാൻ ഈ അലൈനേഴ്സ് ഇടുന്നത് കിട്ടാത്തോണ്ടാണ്. അതുകൊണ്ടാണ്. നീ തള്ളിക്കോ. എനിക്ക് വയ്യ. ഇതൊക്കെ വല്ലത് കട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് അയ്യോടാ. എന്താ സ്നേഹമുള്ളവനാ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് അതിഭയങ്കരമായി വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ കുറച്ച് ബാക്കോട്ട് വന്നു കേട്ടാ. ഇപ്പൊ ഈ സ്റ്റാർട്ടിങ് ടൈം ഇപ്പൊ നമ്മള് ബ്രോയ്ക്ക് ശരിക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ചോദിച്ചാ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ബ്രെയിൻ കൊണ്ടുള്ള അതെ. വൃന്ദയ്ക്ക് ആക്ടിങ് താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ സിനിമയൊക്കെ ഒന്നും ട്രൈ ചെയ്യാതെ? അത് ട്രൈയിങ് ഇൻ ദ സെൻസ് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഡ്രാമ പഠിച്ച ആളിവിടെ ഉണ്ടായിരുന്ന ആളിവിടെ ഉണ്ട് പറയുമ്പോ ഓർത്ത് പറയണം. അല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടായില്ലല്ലോ ഇവിടെ നിന്നുള്ളത്. ഞാൻ ഡ്രാമാസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ബെസ്റ്റ് ആക്ട്രസ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവലൊക്കെ മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ജോബായി, അതിനോടായി കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ. അപ്പോ അതിന്റെ കൂട്ടത്തില് ഡാൻസ് ചെയ്തു. അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോയതാണ്. അതിന്റെ ഇടയിൽ ഞാൻ അഭിനയത്തിന്റെ എന്തെങ്കിലുമൊക്കെ പോർഷൻസ് ഒക്കെ ഇങ്ങനെ പണ്ട് ടിക്ടോക്കിലൊക്കെ ഇടുമായിരുന്നു. പക്ഷെ ഡാൻസ് ആണ് കൂടുതൽ റീച്ച് ആകുന്നുണ്ടിട്ട് ഞാൻ ഓക്കെ ഇത് വേണ്ട, അതോടെ നിക്കട്ടെ, ഇത് തന്നെ തുടരാം, അങ്ങനെ ജസ്റ്റ് പോയതാണ്. പക്ഷെ ഇപ്പോഴും ആഗ്രഹമുണ്ട് പഴയ പോലെ ചെയ്യണം. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ചാനലിൽ ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള. പുതിയ വെബ് സീരീസ് അത് അഭിനയത്തിന്റെ ബെസ്റ്റ് ആക്ടർ കിട്ടിയാണ്. റിയൽ ലൈഫിൽ അഭിനയിക്കാറുണ്ടോ? ഉണ്ട്. പാരന്റ്സിന്റെ മുമ്പിലൊക്കെ കൂടുതൽ എന്ത് കാര്യത്തിനായിരിക്കും അഭിനയം? എന്തെങ്കിലും കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ്? ഇമോഷണലാണ്. ഇമോഷണൽ അറിയാം. നമ്മുടെ ഒരു പോയിന്റ്സ് അറിയാലോ കറക്റ്റ് ആയിട്ട്. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയതാണ് ഞാൻ നിന്നെ. ഞാൻ മനസ്സിലാക്കുന്നു നിന്നെ. അപ്പൊ മനസ്സിലാക്കിയിട്ട് നീ എവിടെയാണ് നിന്റെ വീക്ക് പോയിട്ട്. നിങ്ങൾ അടി വീഴാറില്ലേ? അത്യാവശ്യം റിലേഷനിലായി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് അടി ഓർത്തിരിക്കൂല എപ്പോഴും നമ്മള്? അതെന്തിനായിരിക്കും രാമോ? അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഓർമ്മയില്ല. അത്ര വലിയൊരു അടിയിലേക്ക് ഇങ്ങനെ പറഞ്ഞ ഡെയിലി ഇങ്ങനെ ഫണ്ണി ഫൈറ്റ്സ് അല്ലാണ്ട് അങ്ങനെ വലിയൊരു ഇത്ര സമയത്തിനുള്ളിൽ തീർക്കുമല്ലോ. അത് വലിയൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഡാൻസ് നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമില് ആ ടൈമില് ശരിക്കും കോളേജിലെ സ്റ്റാർ ആയിരുന്നു ആ ടൈമില് വൃന്ദ? കൊറേ ആൾക്കാര് ബാക്കിൽ നടക്കുക. എനിക്ക് വയ്യ. ഞാൻ നോക്കുമ്പോഴേ ഒരുത്തം മാത്രം വലിയ മൈൻഡൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇവന്റെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഒക്കെയാണ്. അപ്പൊ ഞാൻ ഇവനെന്താണ് ഇത്ര ജാട, ഇവനൊന്ന് മൈൻഡ് ചെയ്തൂടെ, അങ്ങനെ നമ്മുടെ ഉള്ളിൽ വിചാരിക്കുമല്ലോ. അങ്ങനെ ഞാൻ സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോ
ഇവന് ഒരു വിലയില്ല, പുച്ഛം മാത്രം എന്നോട്. ആഹാ എന്നാ കാണിച്ചാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പനിയായി കഴിഞ്ഞപ്പോ പഴയപ്പോ എനിക്ക് ഇഷ്ടായി. അടിപൊളിയാണ്. അത്രയ്ക്കൊന്നും ഉണ്ടായില്ല എന്നാലും. അല്ല അത് ഞാൻ വേറെ കാര്യം പറയാം. ബ്രോ ആദ്യമായിട്ട് വൃന്ദേനെ കണ്ടത് എപ്പോഴാ, നോട്ടീസ് ചെയ്യുന്നത് എപ്പോഴാ? ഈ കൂവലിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. കൂവലിന് മുമ്പ് നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു കോളേജില്. അപ്പൊ എന്തോ ഒരു ഗെയിം കളിക്കുന്നതിനടുത്ത് എന്തോ ഉടായ്പ നടത്തിയാരോ, എന്തോ സോങ് വെക്കുമ്പോ പാസ് ചെയ്ത് പോലെയാ. ഇവള് നിർത്തി കഴിഞ്ഞപ്പാടും തന്നെ ബോള് പാസ് ചെയ്ത് കൊടുത്തു. അപ്പം തന്നെ ഞങ്ങളാണെന്ന് കള്ളക്കളിയാണോ പറഞ്ഞു. ഒന്നും അറിയത്തില്ലേ? നോട്ടീസ് ചെയ്തത് ആദ്യമായിട്ട് ആ ഉടായ്പാണ് കയ്യോടെ പിടിച്ചപ്പോഴാണ്. അതാണ് അവന് ഇഷ്ടമായത്. അവനെ പോലെ ഒരു ഉടായ്പിനെ കിട്ടിയല്ല. കറക്റ്റായി എല്ലാം കൊണ്ടും. ഈ ഇപ്പൊ ട്രിപ്പൊക്കെ പോകുമ്പോ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ റൈഡൊക്കെ ചെയ്യല്ലോ. ആർക്കെങ്കിലും പേടി ഇതിൽ ആർക്കായിരുന്നു കൂടുതൽ? ഞാൻ പേടിയുള്ള ആളായിരുന്നു പണ്ടേ മുതൽ. എനിക്കിങ്ങനെ സാധനങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ രാമൂര് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്താലല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പയ്യെ ഞാൻ ആ പേടിയൊക്കെ മാറ്റിയിട്ട് ഓരോന്നും ട്രൈ. എനിക്കിങ്ങനെ ഹൈറ്റ് പേടിയില്ല, പക്ഷെ അതെ ഇങ്ങനെ അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡിൽ കയറാൻ കുറച്ച് പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പയ്യെ മാറ്റി പാരാഗ്ലൈഡ് ചെയ്തു, പാരസ്ലൈഡ് ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ആളെയാണ് കൂടെ കിട്ടിയേക്കുന്നത്. ആ ലിമിറ്റേഷൻസ് പുഷ് ചെയ്ത് കളയുന്ന മാറ്റുന്ന ഒരു. രണ്ടുപേരോടും കൂടി ചോദിക്കാനാണ്, വൃന്ദയ്ക്ക് ഏറ്റവും എടുത്ത് പറയാവുന്ന ഒരു ക്വാളിറ്റി പറഞ്ഞത് രാമുട്ടന്റെ. ഇല്ലെങ്കിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. നോക്കട്ടെ, കോൾ ഹിസ്റ്ററി തപ്പി നോക്കുമ്പോ ചാറ്റിലൊക്കെ അയച്ചു കൊടുത്തേക്ക് ഇത്ര ചോദ്യങ്ങൾ ചോദിക്കണോണ്ടാന്ന്. കേക്കട്ടെ, എന്തായിരുന്നു ബെസ്റ്റ് ക്വാളിറ്റി? ലൈക്ക് മറ്റുള്ളവരെ അവരെങ്ങനെയാണോ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യാന്ന് വെച്ച്. ഇപ്പൊ ഞാൻ വൈഫാണ്, അതായത് എൻ്റെ ഇഷ്ടങ്ങള് അതിനെ അങ്ങനെ തന്നെ വിടുക, അതിന് അഭിപ്രായങ്ങളോ ഒന്നും തന്നെ പറയാതെ നിന്റെ ഇഷ്ടം എന്താണോ നീ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളൊരു സാധനം തരാറുണ്ട്. പിന്നെ ഇവന്റെ ആ ഒരു ഓരോന്നിനും അഭിപ്രായങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സംഭവം. അവന് ഓരോന്നിനും അവൻ്റെതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ ആയിട്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇവരിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഭയങ്കര ലോജിക്കൽ തിങ് ആണ്. എല്ലാത്തിനും ഭയങ്കര ഫാക്ടേഴ്സ് വെച്ചിട്ടൊക്കെ സംസാരിക്കുള്ളൂ. ഈ പറഞ്ഞ കേസ് സ്റ്റഡിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തള്ളാന്നാ തോന്നുന്നത്. പക്ഷെ എന്നാലും അവന് ഓരോന്നിനും പറയുന്ന പെർസെപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി കയ്യിന്നുണ്ടല്ലോ. ഇതൊന്നല്ലോ. ഇനി അടുത്തത് കേട്ടോ ബ്രോ, വൃന്ദയില് ഏറ്റവും ദേഷ്യം തോന്നുന്ന ക്വാളിറ്റി എന്താ? ദേഷ്യം തരുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പറഞ്ഞല്ലാതെ പ്രശ്നമില്ലാത്തൊക്കെ നോക്കട്ടെ. പറഞ്ഞോ, പേടിക്കണ്ട. മെയിനായിട്ട് ദേഷ്യം വരുന്ന പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തില് നിങ്ങൾ തന്നെ ഇപ്പം ഇന്റർവ്യൂവിന് വിളിച്ചത് ഓൺ ദ റോഡ് എന്നല്ലേ പറഞ്ഞത്? ഡ്രസ് അലക്കുന്നു ചെറുതായിട്ട്. അത് പോട്ടെ, അത്ര ക്വാളിറ്റിയിൽ നിൽക്കട്ടെ. ഏറ്റവും ബെസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ എന്നെ പ്രാഗും മുട്ടും തിന്നു. ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് തീരുമാനം തന്നെയാണ്. അത് സ്റ്റിക്ക് ഓൺ ആണെന്നില്ല. ഒരു പോയിന്റിൽ ഞാൻ അവിടെ എത്തണം, ആ പൊസിഷൻ ഞാൻ ഹോൾഡ് ചെയ്യണം എന്ന് അവള് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആന കുത്തിയാലും അതുപോലെ ആൾക്കാരുമായിട്ട് ഇവളുടെ സർക്കിളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ആൾക്കാർ കൊടുക്കുന്ന ഭയങ്കര എളുപ്പത്തിൽ ആൾക്കാരായിട്ട് ഭയങ്കര ആളൊരു കൈൻഡ് ഓഫ് ആംബിവേർട്ട് ആണ്. ഇപ്പൊ വ്ളോഗ് കാണുന്ന ആൾക്കാരായാലും അവര് ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഭയങ്കര സംസാരമാണ്, കാര്യങ്ങളല്ല. ആൾക്കാരെല്ലാം കാണുമ്പോൾ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു മൂഡാണ്. പക്ഷെ ഒരു സർക്കിൾ എത്തിക്കഴിഞ്ഞാൽ ആ സർക്കിൾ 100% കൊടുക്കും. ഭയങ്കര ജെന്യൂൻ ആയിരിക്കും അവിടെ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ജെന്യൂൻ ആയിട്ട് സംസാരിക്കും കാര്യങ്ങൾ. പക്ഷെ അവരെടുക്കുന്നൊരു എന്തെങ്കിലും ഒരു വിഷമം വരുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ നിർത്തിക്കാൻ അറിയാം. ലൈക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വിഷമിച്ച് എന്തുകൊണ്ടാണ് എന്നുള്ളതും അത്രയും
ജെന്യൂനിറ്റി കൊടുക്കുന്നോണ്ടാണ് തിരിച്ചിങ്ങോട്ട് കിട്ടാത്ത കുറെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു ക്യാരക്ടറിൽ. ഓക്കെ, ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണ്ട ഏറ്റവും വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകൾ വന്നു കഴിഞ്ഞാൽ മറ്റാൾക്ക് അത് മനസ്സിലാക്കി കവറപ്പ് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അത് നിങ്ങളുടെ ഇടയിൽ വർക്ക് ആവാറുണ്ട്? ഓഫ് കോഴ്സ്. രാമു ലൈക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, അവൻ അവന്റെ അഭിപ്രായം എവിടെ ചെന്നാലും പറയും. അപ്പൊ ചില സമയത്ത് അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് എങ്ങനെ എടുക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇവൻ എന്തുദ്ദേശിച്ചിട്ടാ പറയണേന്നുള്ളത് ആർക്കും മുഖത്ത് നോക്കി അവൻ അങ്ങനെ പറയും. ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ അവൻ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒന്നും സംസാരിക്കണം. അവന് തോന്നിയത് അവൻ അങ്ങനെ പറയും. പക്ഷെ മറ്റുള്ളവർക്ക് അത് വിഷമാവുമെന്ന് ചിലപ്പോൾ ഞാൻ കുറച്ച് കൺസേൺ ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ. അപ്പൊ ഞാൻ ആ സമയത്ത് അത് കുഴപ്പമില്ല, അതൊരു അത് ഫ്ലിപ്പ് ചെയ്ത് അതൊന്ന് ടാലിയാക്കി അതൊന്ന് സെറ്റാക്കി കൊടുക്കും. ചില സമയങ്ങളിൽ എനിക്ക് ചിലപ്പം ഓക്കെ ആവാത്ത കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ഓക്കെ അല്ല ഇത് എന്റെ ആംഗിൾ നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡും കൂടി ഉണ്ട് ഇത് ഞാൻ ഡയറക്റ്റ് പറയും. പക്ഷെ ആ ഡയറക്റ്റ് പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഹെർട്ടായി എന്നുള്ളത് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്ത് അതുള്ളത് ഞാൻ കുറച്ച് സീരിയസ് ആയി പറഞ്ഞ സാധനം ഭയങ്കര കോമഡി, പക്ഷെ അവർക്ക് മനസ്സിലാവും ചെയ്യും, പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അടിപൊളി, കൂളാക്കി ബ്രോയ്ക്ക് മനസ്സിലാവും, അവളത് കവറപ്പ് ചെയ്ത് മനസ്സിലാവും. എനിക്കറിയാലോ ഞാൻ എന്താ പറയണേന്നുള്ളത്. ഇവരെ എനിക്കല്ലേ അറിയുള്ളൂ. അതാണ്.